കോഴിക്കോട് ഇളക്കിമറിച്ച് മൊണാലിസ. ബോച്ചയ്ക്കൊപ്പം വൈറൽ സുന്ദരി മൊണാലിസ കോഴിക്കോടെത്തി. കൂളിംഗ് ഗ്ലാസ്, കറുത്ത കോട്ട്, സ്റ്റൈലിഷ് ലുക്ക്, അടിമുടി മാറിയിരിക്കുകയാണ് മൊണാലിസ. അതെ, മഹാകുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ അങ്ങനെ കോഴിക്കോടെത്തി. സഹോദരനൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് വന്നത്. മൊണാലിസയുടെ ഗെറ്റപ്പ് അടിമുടി മാറിയിട്ടുണ്ടെന്നാണ് കമന്റുകൾ. കൂളിംഗ് ഗ്ലാസും ബ്ലാക്ക് ജാക്കറ്റും എന്നിങ്ങനെ അടിമുടി സ്റ്റൈലിഷ് ലുക്കായിട്ടാണ് മൊണാലിസ എയർപോർട്ടിലിറങ്ങിയത്. മാത്രമല്ല, ഉദ്ഘാടനത്തിലെത്തിയ മൊണാലിസയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് അവിടെ ബോച്ചെ ഒരുക്കിയത്. ഷോ കളറാക്കാൻ വേണ്ട ഘടകങ്ങളെല്ലാം തന്നെ അവിടെയുണ്ടായിരുന്നു. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് മൊണാലിസ. അതും ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിലാണ് മൊണാലിസ എത്തിയത്. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ശാലീന സുന്ദരിയായിട്ടാണ് വൈറൽ താരം എത്തിയത്. മൊണാലിസയെ കാണാനും ഫോട്ടോയെടുക്കാനുമായി നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. മൊണാലിസ വേദിയിലെത്തിയ ഉടൻ തന്നെ എല്ലാവർക്കും കൈകൊണ്ട് ഹായ് കാണിച്ചു. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ചുവടും വെച്ചു. ബോബി ചെമ്മണ്ണൂർ മൊണാലിസയ്ക്ക് ഡയമണ്ട് മാല അണിയിക്കുന്ന വീഡിയോയും ഇപ്പോൾ വൈറലാണ്. അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായും എത്തിയിരിക്കുന്നത്. മൊണാലിസയുടെ ലുക്ക് മാറ്റം പലർക്കും ഇഷ്ടമായിട്ടില്ല. ആ കുട്ടിയുടെ സൗന്ദര്യം മൊത്തം കളഞ്ഞു. അന്ന് ആ വഴിയോരത്ത് കണ്ട തനി ഉത്തരേന്ത്യൻ ഗ്രാമീണ പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ത് ഭംഗിയായിരുന്നു എന്നാണ് ചിലർ ചോദിക്കുന്നത്. എന്നാൽ ഈ കുട്ടിയെയും വരും ദിവസങ്ങളിൽ മലയാളികൾ കൈയൊഴിയുമെന്നാണ് ചില കമന്റുകൾ. 15 ലക്ഷം പ്രതിഫലം നൽകിയാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കേരളത്തിലെത്തിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസഡറായിരിക്കും മൊണാലിസയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണിതെന്നും ഇമേജ് തിരിച്ചുപിടിക്കാൻ കളിച്ച ബുദ്ധിയാണിതെന്നും ചില കമന്റുകളിൽ പറയുന്നുണ്ട്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന തന്ത്രമാണ് ബോച്ചയുടേത്. ബോച്ചയുടെ ഈ പ്രവൃത്തി നിങ്ങൾക്കുണ്ടാക്കിയ എല്ലാ ചീത്തപ്പേരും മായ്ച്ചു കളഞ്ഞു. പാവപ്പെട്ട ഒരു മാല വിൽപ്പനക്കാരിയെ സഹായിക്കാൻ കാണിച്ച നിങ്ങളുടെ മനസ്സിനെ നമിക്കുന്നു. ഇതാണ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ആര് ഫേമസ് ആയി ബോച്ചെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. എന്തായാലും ആരെയും ആകർഷിക്കുന്ന ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മാല വിൽപ്പനക്കാരിയായ മോനിയെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കിയത്. ഇനി കേരളത്തിനും മോനി സ്വന്തം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.